തൃശൂർ ലൂർദ് കത്തീഡ്രൽ ദേവാലയത്തിൽ മാതാവിന്റെ രൂപത്തിൽ ചാർത്തുവാനുള്ള സ്വർണ്ണക്കിരീടം സമർപ്പിച്ചിരിക്കുകയാണ് നടൻ സുരേഷ് ഗോപി. കുടുംബവും ഒന്നിച്ച് ദേവാലയത്തിലെത്തിയാണ് സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം മാതാവിന്റെ രൂപത്തിൽ ചാർത്തുവാനുള്ള സ്വർണ്ണക്കിരീടം അണിയിച്ചത്. ഈ കിരീടത്തിന്റെ വിലയെക്കുറിച്ചും അതിന്റെ മാറ്റുകളെക്കുറിച്ചുമുള്ള ചർച്ചകളും തുടങ്ങിക്കഴിഞ്ഞു. ഏകദേശം 5 പവനോളം തൂക്കമുള്ള സ്വർണത്തിൽ പൊതിഞ്ഞ കിരീടമാണ് സുരേഷ് ഗോപി സമർപ്പിച്ചിരിക്കുന്നത്. സ്വർണത്തിന് പുറമെ ഇതിൽ പതിച്ചിട്ടുള്ള രത്നങ്ങൾ ഉൾപ്പെടെ ഏകദേശം 10 ലക്ഷത്തോളം രൂപ കിരീടത്തിന് വില വരുമെന്നാണ് ചർച്ചകളിൽ പറയുന്നത്. മുൻപ് ലൂർദ് കത്തീഡ്രലിൽ തിരുനാളിലെത്തിയപ്പോൾ സ്വർണ്ണ കിരീടം സമർപ്പിക്കാമെന്ന് സുരേഷ് ഗോപി വാക്ക് പറഞ്ഞിരുന്നു. ഇതേ തുടർന്നാണ് മകളുടെ വിവാഹത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പള്ളിയിലെത്തി കിരീടം സമർപ്പിച്ചത്. കഴിഞ്ഞ ദിവസം രാവിലെ കുടുംബസമേതവുമായാണ് സുരേഷ് ഗോപി പള്ളിയിലെത്തിയത്. ഭാര്യ രാധിക, മകൾ ഭാഗ്യ, ഭാവനി എന്നിവരും സുരേഷ് ഗോപിക്കൊപ്പം പള്ളിയിലെത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം ഭാഗ്യ സുരേഷിന്റെ ഹൽദി ചടങ്ങുകൾ നടന്നതും ശ്രദ്ധേയമായിരുന്നു. സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷും മാവേലിക്കര സ്വദേശിയും ബിസിനസ്സുകാരനുമായ ശ്രേയസ് മോഹനും തമ്മിലുള്ള വിവാഹം ഗുരുവായൂരിലാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതിനായി പ്രധാനമന്ത്രി ഇന്ന് കൊച്ചിയിലെ റോഡ് ഷോയ്ക്ക് ശേഷം ഗുരുവായൂരിലേക്ക് എത്തും എന്നും പറയുന്നുണ്ട്. എന്നാൽ കിരീടം സമർപ്പിക്കുന്നതിനിടെ താഴെ വീണ് ഉടഞ്ഞു എന്ന തരത്തിൽ സുരേഷ് ഗോപിക്കെതിരെ ആക്ഷേപവും നടക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. കിരീടം സമർപ്പിച്ച് സുരേഷ് ഗോപിയും കുടുംബവും പ്രാർത്ഥിക്കുന്നതിനിടെയാണ് താഴെ വീണത്. മുകൾ ഭാഗം വേർപെടുകയും ചെയ്തുവെന്നും പറയുന്നുണ്ട്. കിരീടം താഴെ വീണതോടെ സുരേഷ് ഗോപിക്കെതിരെ രൂക്ഷ പരിഹാസമാണ് സമൂഹ മാധ്യമങ്ങളിൽ നിന്നുയർന്നത്. BJP നേതാവിന്റെ കാപട്യം മാതാവ് തിരിച്ചറിഞ്ഞെന്നാണ് പലരുടെയും പ്രതികരണം. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ മത്സരിക്കാനൊരുങ്ങുന്നതിന് മുന്നോടിയായുള്ള നാടകമാണിതെന്നും മണിപ്പൂരിലെ രക്തക്കറയിൽ മാതാവിന്റെ പ്രതികരണമാണെന്നുമെല്ലാം ആക്ഷേപമുയരുന്നുണ്ട്. സുരേഷ് ഗോപിയുടെ ജന്മനാട്ടിലോ വളർന്ന നാട്ടിലോ പുണ്യാളന്മാർക്കൊന്നും സ്വർണ്ണക്കിരീടം ചേരില്ലേ എന്നും ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. സംഭവത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയം അത്ര എളുപ്പമാകില്ല എന്നുള്ള വിലയിരുത്തലുകളാണ് രാഷ്ട്രീയ കോണുകളിൽ നിന്നും ഉയരുന്നത്. കാരണം ഗുരുവായൂർ, മണലൂർ, ഒല്ലൂർ, തൃശൂർ, നാട്ടിക, ഇരിങ്ങാലക്കുട, പുതുക്കാട് എന്നിങ്ങനെ 7 നിയമസഭാ സീറ്റുകളാണ് ഈ ലോക്സഭാ മണ്ഡലത്തിലുള്ളത്. ഇതിൽ 7ഉം ഇപ്പോൾ ഇടതുമുന്നണിയുടെ കൂടെയാണ്. എല്ലാ അർത്ഥത്തിലും ഇടതുമുന്നണിക്ക് മേൽക്കൈയുള്ള മണ്ഡലം എന്നാണ് പറയുന്നത്. ഇവിടെയാണ് കഴിഞ്ഞ തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥി TN പ്രതാപൻ ജയിച്ചു കയറിയത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അനുകൂലമായ തരംഗമാണ് കേരളത്തിൽ വീശിയത്. മോദി വിരുദ്ധ വികാരവും രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലേക്കുള്ള വരവും പ്രതാപനെ വൻതോതിൽ തുണയ്ക്കുകയാണ് ചെയ്തത്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ 58.42% ഹിന്ദുക്കളും 24.27% ക്രിസ്ത്യാനികളും 17.07% മുസ്ലിങ്ങളും ഉണ്ടെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 4,17,089 വോട്ടുകളാണ് TN പ്രതാപന് കിട്ടിയത്. ആ സമയത്ത് CPIയുടെ രാജാജി മാത്യു തോമസിന് 3,29,456 വോട്ട് ലഭിക്കുകയുണ്ടായി. എന്നാൽ സുരേഷ് ഗോപിക്ക് 3ാം സ്ഥാനത്തെത്തുകയും ലഭിച്ച വോട്ട് 2,93,822 ഇതിൽ നിന്നാണ് സുരേഷ് ഗോപി പ്രതീക്ഷയോടെ മുന്നോട്ട് പോകുന്നത്. പക്ഷേ മോദിയുടെ ഇമേജിനൊപ്പം തന്നെ ഇത്തവണ തിരഞ്ഞെടുപ്പ് കടുക്കും എന്നാണ് വിലയിരുത്തുന്നത്. അടിക്കടി കേരളത്തിലെത്തിയുള്ള മോദിയുടെ റോഡ് ഷോയും പ്രഖ്യാപനങ്ങളും വമ്പൻ പ്രസംഗങ്ങളും എല്ലാം BJPക്ക് ഇക്കുറി തൃശൂരിൽ സുരേഷ് ഗോപിക്ക് വിജയം നേടിക്കൊടുക്കും എന്ന പ്രതീക്ഷയും BJP കേന്ദ്രങ്ങളിൽ നിന്നും ഉയരുന്നുണ്ട്.